എന്താണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന MP സംസാരിക്കുന്നു. ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ എൻ്റെ തൈറോയ്ഡ് ഹോർമോൺ കുറവാണ്, ഇങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതോ ഇതൊരു അപകടകരമായ അസുഖമാണോ? ഇതിന് ചികിത്സയുണ്ടോ? ഇങ്ങനെയൊക്കെ ഉള്ള കുറേ സംശയങ്ങൾ നമുക്കുണ്ട്. അപ്പം എന്താണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നുമെങ്കിലും ഇത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിയുണ്ടല്ലോ, അത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയെ തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് കാരണം തൈറോയ്ഡ് ഗ്രന്ഥിയിലെ കോശങ്ങൾ നാശം സംഭവിക്കുകയും തുടർന്ന് ഹോർമോൺ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഹൈപ്പോതൈറോയിഡിസം എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, തൈറോയ്ഡ് നമ്മുടെ കഴുത്തിൽ കാണുന്ന ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പുള്ള ഒരു ഗ്രന്ഥിയാണ്. അപ്പോൾ ഇതിൽ നിന്നും പലതരം ഹോർമോണുകൾ T4, T3 എന്നൊക്കെ പേരുള്ള കുറച്ച് ഹോർമോണുകൾ വരുന്നുണ്ട്. ഈ ഹോർമോണുകൾ നമ്മുടെ പല അവയവങ്ങളുടെയും നോർമലായിട്ടുള്ള പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. നമുക്ക് എനർജി തരുന്നതിനാവട്ടെ, നമ്മുടെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് നോർമലായിട്ട് നിർത്താൻ, നമ്മുടെ മെമ്മറി നോർമലാക്കാൻ, അതുപോലെ പല പല അവയവങ്ങൾക്കും ഈ ഹോർമോണുകൾ അത്യാവശ്യമാണ്. ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ബാധിച്ച ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയിൽ കോശങ്ങൾ നശിക്കുന്തോറും തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞു വരികയും ഹൈപ്പോതൈറോയിഡിസം അഥവാ തൈറോയിഡിന്റെ പ്രവർത്തന കുറവുണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ T4, T3യുടെ അളവിൽ കുറവ് വരുന്നു. അങ്ങനെയാണ് നമുക്ക് സിംറ്റംസ് അഥവാ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. എന്താണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വരാനുള്ള കാരണം? പല കാരണങ്ങൾ കാരണം ഇത് വരാം. അപ്പോൾ രോഗി ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടാണ്, എൻ്റെ ഭക്ഷണ ക്രമീകരണം തെറ്റായിട്ടാണോ, എന്തുകൊണ്ടാണ് ഈ രോഗം എനിക്ക് വന്നതെന്നുള്ളത്. ഇതിനുവേണ്ടി പല കാരണങ്ങളും പറയാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ജനിതകമായിട്ടുള്ള ഫാക്ടേഴ്സ്, അതായത് ഇപ്പം നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൂടാതെ സ്ത്രീകളിൽ ഇതിൻ്റെ റിസ്ക് ആണുങ്ങളെ അപേക്ഷിച്ച് 10 മടങ്ങ് കൂടുതലാണ്. അതുകൂടാതെ അയഡിൻ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവർ, സെലീനിയം എന്നുള്ള എലമെന്റിന്റെ കുറവുള്ളവർ, സ്ട്രെസ്, പുകവലി എന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഇതിന് കാരണമാകാം. അതുപോലെ ചില പ്രത്യേക അവസ്ഥകൾ, ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം എന്നിങ്ങനെയുള്ള കുട്ടികളിലൊക്കെ കാണുന്ന ചില അസുഖങ്ങളിലും ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് കാണാം. അപ്പം ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ രോഗമുണ്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നുള്ളതിന് രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. അതായത് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വന്ന് നമുക്ക് ഹൈപ്പോതൈറോയിഡിസം വരുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന്റെ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ തൈറോയിഡിന്റെ പ്രവർത്തന കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. അതായത് നമുക്ക് നല്ലപോലെ തളർച്ച ഉണ്ടാകാം, ഉറക്ക കൂടുതൽ വരാം, മലം പോകാനുള്ള പ്രയാസം, കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് വരാം, ചെറിയ ഭാരം കൂടുന്ന അവസ്ഥ ഉണ്ടാവാം, തൊലിയൊക്കെ ഡ്രൈ ആവാം, മുടി കൊഴിച്ചിൽ വരാം, ഇതുകൂടാതെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം ഇതിന്റെ സിംറ്റംസ് ആണ്. ചിലർ പറയും എനിക്ക് ഒട്ടും ഓർമ്മ നിൽക്കുന്നില്ല. ഇതൊക്കെ ഈ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇത് തന്നെയാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെയും ലക്ഷണങ്ങൾ. ഇനി എന്തൊക്കെ തരത്തിലാണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ളത്? അതായത് ഇതിന് 2 സ്റ്റേജാണുള്ളത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഗോയിട്രസ് സ്റ്റേജ് ആണ്. അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയിലെ വീക്കം ഉള്ള ഒരു അവസ്ഥയാണ് ഈ ഗോയിട്രസ് സ്റ്റേജ്. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജ്, അതായത് അട്രോഫിക് സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞിട്ട് നമുക്ക് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ സിംറ്റംസ് വരുന്നത്. ആ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ചുരുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കഴുത്തിൽ മുഴയൊന്നും കാണാൻ സാധ്യതയില്ല. നമ്മൾ എപ്പോഴാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്? ഹൈപ്പോതൈറോയിഡിസം ഉള്ള 90% ആൾക്കാരിലും ഇതിന്റെ കാരണം ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ 90% ആൾക്കാരിലും ഇതാണെന്ന് നമുക്കറിയാം. എന്നാലും ചില ഘട്ടങ്ങളിൽ നമ്മൾ ഇത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അപ്പം ആദ്യമായിട്ട് നമ്മൾ തൈറോയിഡിന്റെ പ്രശ്നമുണ്ടോ എന്നറിയാൻ ടെസ്റ്റ് ചെയ്യുന്നത് TSH എന്നുള്ള ഹോർമോണാണ്. TSH എന്ന് പറയുന്നത് തൈറോയിഡിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. തൈറോയിഡിൽ നിന്ന് ഉണ്ടാകുന്ന ഹോർമോണാണ് T3യും T4ഉം. TSH കൂടുകയും T4 നോർമലായിട്ടോ കുറവായിട്ടോ വരുന്ന അസുഖത്തിനെയാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഈ ഹൈപ്പോതൈറോയിഡിസമായിട്ട് നമ്മളുടെ അടുത്ത് വരുന്ന ഒരു രോഗിക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് ആന്റി-TPO. ഈ ആന്റി-TPO ടെസ്റ്റ് നമ്മൾ എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസമായിട്ട് ഒരു രോഗി വരികയാണെങ്കിൽ അവർക്ക് ആന്റി-TPO നമുക്ക് ചെയ്തു നോക്കാം, എന്താണ് ഈ രോഗ കാരണം എന്നറിയാൻ വേണ്ടി. ഇതല്ലാതെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് ശേഷം തൈറോയിഡിനെ സംബന്ധിച്ച് അസുഖങ്ങൾ ഉണ്ടാവുന്ന സ്ത്രീകൾക്ക് നമ്മൾ ആന്റി-TPO ചെയ്യാറുണ്ട്. ഇതുകൂടാതെ വേറെ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ ടൈപ്പ് 1 ഡയബറ്റിസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക്, അതുപോലെ ചില അഡിസൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞുള്ള ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുണ്ട്, അവരിലും ഈ ആന്റി-TPO ചെയ്യാറുണ്ട്. ഇത് പോരാതെ ഈ ഗർഭം ധരിക്കാൻ പ്രയാസം ഉള്ളവർ, റിക്കറന്റ് ആയിട്ട് അബോർഷൻസ് വരുന്നവർ, ഇവരിലൊക്കെ ഈ ആന്റി-TPO
TPO ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി ആന്റി TPO പോസിറ്റീവ് ആണെന്നുള്ള ഇതിനു വേണ്ടി അല്ല നമ്മൾ ചികിത്സ നൽകുന്നത്. ഈ ആന്റി TPO പോസിറ്റീവ് ഉള്ളവർക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെന്ന് പറയാം. പക്ഷേ ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനക്കുറവ് വരികയാണെങ്കിൽ മാത്രമേ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് നിങ്ങൾ ആന്റി TPO ചെയ്ത് അത് പോസിറ്റീവ് ആണ്, പക്ഷെ നിങ്ങളുടെ TSH, T4, T3 തുടങ്ങിയ ഹോർമോൺസ് നോർമൽ ആണെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അതായത് ആന്റിയോ TPO നോർമൽ ആവാൻ വേണ്ടി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി അൾട്രാസൗണ്ട് എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്? ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരു വ്യക്തി എപ്പോഴാണ് കഴുത്തിന്റെ അൾട്രാസൗണ്ട് എടുക്കേണ്ടത്? കഴുത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീക്കം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് ചെയ്തു നോക്കാം. ഇതൊരിക്കലും രോഗനിർണയത്തിന് വേണ്ടിയല്ല. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഒരിക്കലും നമുക്കൊരു അൾട്രാസൗണ്ടിൽ ഇത് കണ്ടു എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രോഗമല്ല. തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും നൊഡ്യൂളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് വഴി തിരിച്ചറിയാൻ കഴിയും. ഇനി ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ്, ചികിത്സ എന്താണ്? ആന്റി TPO ഉണ്ട്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഹൈപ്പോതൈറോയിഡിസം, തൈറോയ്ഡ് പ്രവർത്തനക്കുറവ്, TSH കൂടുന്ന അവസ്ഥ, അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ തൈറോക്സിൻ എടുക്കേണ്ടത്. അപ്പം തൈറോക്സിൻ തന്നെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. ഈ രോഗലക്ഷണങ്ങളുമായിട്ട് രോഗി വരുമ്പോൾ TSH നോക്കും. TSH കൂടുകയാണെങ്കിൽ മരുന്ന് കഴിക്കും. മരുന്നിന്റെ ഡോസ് നമ്മൾ തീരുമാനിക്കുന്നത്, ചിലർ കണ്ടിട്ടില്ലേ 100 മൈക്രോഗ്രാം ആണ് കഴിക്കുക, ചിലർ 25 വേണ്ടി വരുള്ളൂ. ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ തൈറോയിഡിന് ബാക്കി എത്ര പ്രവർത്തനം ഉണ്ട്. ചിലർക്ക് ഒട്ടുമേ പ്രവർത്തിക്കാത്ത തൈറോയിഡ് ആയിരിക്കും. അവർക്ക് ചിലപ്പം 100 125 മൈക്രോഗ്രാം തൈറോക്സിൻ ആവശ്യമായിട്ട് വരാം. പക്ഷെ കുറച്ച് പ്രവർത്തനം ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ 25 50 മൈക്രോഗ്രാം ഗുളിക മതിയാവും. അവരുടെ TSHന്റെ അളവ് വെച്ചിട്ടും തൈറോയിഡിന്റെ പ്രവർത്തനം എത്രത്തോളം ബാക്കിയുണ്ടെന്നും വെച്ചാണ് നമ്മൾ മരുന്നിന്റെ ഡോസ് തീരുമാനിക്കുന്നത്. നമ്മൾ തൈറോക്സിൻ എടുക്കുമ്പോൾ എപ്പോഴും രാവിലെ വെറും വയറ്റിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇടണം. പറ്റുവാണെങ്കിൽ ഒരു 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഭക്ഷണം എന്തെങ്കിലും, അതായത് പാലോ ചായയോ അല്ലെ എന്ത് ഭക്ഷണം കഴിച്ചാലും ഇത് ഈ മരുന്നിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാനും ചിലപ്പോൾ ഡോസ് നമുക്ക് കൂട്ടാണ്ടി വരേണ്ട ഒരു ആവശ്യവും വരാം. അപ്പോൾ എപ്പോഴും മരുന്ന് വെറും വയറ്റിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഗുളിക എടുക്കുന്നുണ്ട്, അത് ഈ മരുന്നിന്റെ അബ്സോർപ്ഷനെ ബാധിക്കുന്നതാണെങ്കിൽ അത് നിർത്തുകയോ അല്ലെങ്കിൽ അതിന്റെ സമയം മാറ്റി കഴിക്കുകയോ ചെയ്യേണ്ടതും ആവശ്യമാണ്. പിന്നെ കൃത്യമായി കഴിക്കുക. ഒരു ദിവസം പോലും മുടങ്ങാതെ സ്ഥിരമായിട്ട് കഴിക്കുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ്. തൈറോക്സിൻ കൃത്യമായി കഴിച്ചാൽ മാത്രമേ നമുക്ക് TSH നോർമൽ ആക്കാനും അതുവഴി നമ്മുടെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം സ്ഥിരമായിട്ട് കഴിക്കുക, രാവിലെ വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്? ഒരിക്കലും ആന്റി TPO വെച്ചല്ല നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്, TSH വെച്ചാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. TSH ഒരു 3 മുതൽ 6 മാസം കൂടുമ്പോൾ ചെയ്തു നോക്കണം. TSH നോർമലായിട്ട് നിർത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആന്റി TPO എന്നുള്ള ടെസ്റ്റ് ഒരിക്കൽ ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. കാരണം ഇത് ഒരു സൂചന മാത്രമാണ്. നമുക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉണ്ടെന്നുള്ളൊരു സൂചന. അത് നോർമൽ ആവില്ല. നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് ഒരിക്കലും ഈ ആന്റിബോഡി നോർമലാക്കാൻ വേണ്ടിയല്ല. ഇത് അസുഖം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ആന്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നുമെങ്കിലും ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പ്രശ്നക്കാരനായിട്ടുള്ള ഒരു അസുഖമല്ല. മരുന്ന് കഴിക്കുന്നതോടുകൂടി നമ്മുടെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ TSH നോർമലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ ആന്റി TPO എന്നുള്ള ടെസ്റ്റ് ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ്. അത് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചെയ്യുന്നതിലും കാര്യമില്ല. എന്താണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന MP സംസാരിക്കുകയായിരുന്നു ഇതുവരെ. പ്രകാശധാര